ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു മോരുകറിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ വെള്ളരിക്ക ഇട്ടുള്ള നല്ലൊരു മോരുകറിയാണ്. വെള്ളരിക്കയും മോരും കൂടെ കറിയാക്കിയതാണ്. അപ്പം നമുക്ക് നോക്കിയാലോ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഞാൻ അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാമിന് ഉള്ള വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് അത് കട്ട് ചെയ്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 300 ഗ്രാം വെള്ളരിക്ക. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ്, ഏകദേശം ഒരു ഇച്ചിരി വലുപ്പമുണ്ട്, പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം, പിന്നെ ഒരു സവോളയുടെ ഒരെണ്ണം, ഒരു മീഡിയം സൈസ് സവോള, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാൻ. നേരത്തെ നമ്മുടെ വെള്ളരിക്ക വെന്ത് കിട്ടും. ഈ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കുന്ന തേങ്ങ എടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട് ഒരു 1/4 കപ്പ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ വെള്ളരിക്ക വെന്ത് വരും. ഇപ്പോൾ നോക്കി നമ്മുടെ വെള്ളരിക്ക ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് നമ്മുടെ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കണം. ഈ സമയത്ത് പിരിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്കിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് തിളപ്പിച്ചെടുക്കാവുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വെള്ളരിക്കയും മോരും കൂടെയുള്ള കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മുടെ ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ. ഉലുവ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കാം, അല്ലെങ്കിൽ സവാള ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മോര് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക്